വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സബ്ജക്റ്റിലുള്ള റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിലാണ് ഓൾമോസ്റ്റ് കുറേ ഇക്വേഷൻസ് ഒക്കെ വരുന്നത്. സോ നമുക്ക് ആ ഇക്വേഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ അതിനെ ബേസായിട്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്താണ് റേഷ്യോ അനാലിസിസ്? It is a systematic use of accounting ratios to interpret the financial statements for studying the financial position and performance of an enterprise. ബിസിനസ്സിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ്റർപ്രറ്റ് ചെയ്യുക മീൻസ് നമ്മുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ്, അതുപോലെ എൻ്റർപ്രൈസിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റേഷ്യോസ് നമ്മൾ യൂസ് ചെയ്യും, അക്കൗണ്ടിങ് റേഷ്യോസ് യൂസ് ചെയ്യും. അത് സിസ്റ്റമാറ്റിക്കലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റേഷ്യോ അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് യൂസ് ഓഫ് അക്കൗണ്ടിങ് റേഷ്യോസ് ടു ഇൻ്റർപ്രറ്റ് the financial statements for studying the financial position and performance of an enterprise. റേഷ്യോ അനാലിസിസിൽ നമുക്ക് മെയിനായിട്ട് 4 റേഷ്യോസ് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് സോൾവൻസി റേഷ്യോ, നെക്സ്റ്റ് വൺ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, പിന്നീടത് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ, പിന്നെ ലിക്വിഡിറ്റി റേഷ്യോ. ഈ വീഡിയോയിൽ നമുക്ക് പ്രോഫിറ്റബിലിറ്റി റേഷ്യോയും മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോയും ഡിസ്കസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഈ ഒരു 4 ഇക്വേഷൻസിൽ നമുക്ക് ഒരുപാട് സബ് ഡിവിഷൻസ് ആയിട്ട് ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. ഇത് ജസ്റ്റ് ഹെഡിങ് ആണ്, മെയിൻ ഹെഡിങ് ആണ്. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോയും ലിക്വിഡിറ്റി റേഷ്യോയും കുറച്ചും കൂടെ സിമ്പിളാണ്. സോൾവൻസിയിൽ ഒരുപാട് ഇക്വേഷൻസ് വരുന്നുണ്ട്, അപ്പോൾ അതിന് നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ഈ വീഡിയോയിൽ നമുക്ക് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്താണ്, അതുപോലെ അതിൻ്റെ ഇക്വേഷൻസ്, ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. അതേ സെയിം ആസ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഒക്കെ നോക്കാം. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്, ദി അൾട്ടിമേറ്റ് എയിം ഓഫ് എനി ബിസിനസ് എൻ്റർപ്രൈസ് ഈസ് ടു ഏൺ മാക്സിമം പ്രോഫിറ്റ്. നമുക്കറിയാം ഏതൊരു ബിസിനസ് ആണെങ്കിലും അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഫേം പ്രോഫിറ്റ് ഏൺ ചെയ്താൽ മാത്രമേ ആ ഫേമിന് കുറേ കാലം മാർക്കറ്റിൽ സർവൈവ് ചെയ്യാൻ കഴിയൂ, അതുപോലെ നല്ല ഗ്രോത്തും ഉണ്ടാവുള്ളൂ. അപ്പോൾ the management of a company should know how efficiently they carry out their business operations. ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റിന് എന്തായാലും അറിയണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാകും. അതായത് എങ്ങനെയാണ് അവരുടെ മാനേജ്മെൻറ്റ്, അതായത് ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസ് അതിൻ്റെ എഫിഷ്യൻ്റായിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയണം. മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി ഈസ് വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി കമ്പനി. സെയിം ആസ് ആ മാനേജ്മെൻറ്റിന് എന്തറിയണം, കമ്പനീൻ്റെ പ്രോഫിറ്റബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയണം. അപ്പോൾ എന്താണ് പ്രോഫിറ്റബിലിറ്റി? റിഫേഴ്സ് ടു ദി എബിലിറ്റി ഓഫ് എ ഫേം ടു ഏൺ ഇൻകം. ഒരു ഫേമിന് എത്രത്തോളം ഇൻകം ഏർണിംഗ് എബിലിറ്റി അല്ലെങ്കിൽ ഇൻകം ഏർണിംഗ് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് പ്രോഫിറ്റബിലിറ്റീൻ്റെ മീനിങ്. പ്രോഫിറ്റബിലിറ്റി ഓഫ് എ ഫേം ക്യാൻ ബി ഈസിലി മെഷേർഡ് ബൈ ഇറ്റ്സ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രോഫിറ്റബിലിറ്റി, ഒരു ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യാൻ സാധിക്കുന്നത്? ആ കമ്പനീൻ്റെ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് യൂസ് ചെയ്തിട്ടാണ് അത് കാണുന്നത് നമ്മൾ. അപ്പം പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് മെയിൻലി 2 ടൈപ്പായിട്ടാണ് ഉള്ളത്. ഒന്ന് ഓൺ ദ ബേസിസ് ഓഫ് സെയിൽസും ഒന്ന് ഓൺ ദ ബേസിസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും. ഇത് സെയിൽസ് എന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റ് ഏർണിംഗ് മെത്തേഡാണ്. അതായത് നമ്മുടെ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇൻകം ഉണ്ടാകുന്നത് സെയിലിലൂടെയാണ്, സെയിം ആസ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പം നമുക്ക് ഫസ്റ്റ് പ്രോഫിറ്റബിലിറ്റി ബേസ്ഡ് ഓൺ സെയിൽസ് ഡിസ്കസ് ചെയ്യാം. അപ്പം ഓൺ ദ ബേസ് ഓഫ് സെയിൽസും ഓൺ ദ ബേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിലും ഒരുപാട് ഇക്വേഷൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് സെയിൽസ് നോക്കാം. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ സെയിൽസ്. അതിൽ വരുന്ന ഫസ്റ്റ് ഇക്വേഷനാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, GP റേഷ്യോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ടു സെയിൽസ് എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ്. അതായത് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റും സെയിൽസും നമ്മൾ റേഷ്യോ പെർസെൻറ്റേജിലേക്ക് എക്സ്പ്രസ് ചെയ്യുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് ടു സെയിൽസിനെ നമ്മൾ പെർസെൻറ്റേജിലേക്ക് കാണുന്നതിനെയാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പം ഇപ്പം നമ്മൾ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ സെയിം ആസ് നമ്മളത് ഡെഫിനിഷനിലേക്ക് ആക്കാൻ വേണ്ടി നമുക്ക് പറ്റും. ഇപ്പോൾ ഇവിടെ ഇക്വേഷൻ നോക്കിക്കുക, GP ബൈ നെറ്റ് സെയിൽസ് ആണ്. അപ്പം നമ്മൾ എന്താണ് വാട്ട് ഈസ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്താൽ മതി? റേഷ്യോ ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ടു സെയിൽസ് എക്സ്പ്രസ്ഡ് ആസ് പെർസെൻറ്റേജ് ഇൻറ്റു 100 ഉള്ളതുകൊണ്ട്. സോ എന്താണ്, അപ്പം നമ്മൾ സെയിം ഡെഫിനിഷനും പഠിച്ചു, ഇക്വേഷനും പഠിച്ചു. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു GP ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോൻ്റെ ആ ഒരു ഇക്വേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഇക്വേഷൻസ് കൂടെ നോക്കണം. അത് മീൻസ് നെറ്റ് സെയിൽസും
അതുപോലെ ഗ്രോസ് സെയിൽസ്, ഗ്രോസ് പ്രോഫിറ്റ്, അങ്ങനെ കുറച്ച് ഇക്വേഷൻസ് നമ്മൾ പണ്ടേ പഠിച്ച ഇക്വേഷൻസ് ആണ്. പക്ഷെ എന്നാലും നമുക്കൊന്ന് റെഫർ ചെയ്യാം. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോന് ശേഷം നമുക്ക് കുറച്ച് കോമ്പോണൻറ്റ്സ് പഠിക്കാനുണ്ട്. കോമ്പോണൻറ്റ്സ് മീൻസ് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. നെറ്റ് സെയിൽസ്, ഗ്രോസ് സെയിൽസ്, അതുപോലെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഒക്കെ കാണേണ്ട ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ സെമ്മിലൊക്കെ പഠിച്ചതാണ്. നെറ്റ് സെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോസ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ ആണ് അല്ലേ. നെറ്റ് സെയിൽസ് കിട്ടണമെങ്കിൽ നമ്മൾ ഗ്രോസ് സെയിൽസിന്ന്, ഗ്രോസ് സെയിൽസ് മീൻസ് എന്താണ്, ക്യാഷും ക്രെഡിറ്റ് സെയിലും, ക്യാഷ് സെയിലും ക്രെഡിറ്റ് സെയിലിൻ്റെയും കൂടെയുള്ളതാണ്, അത് രണ്ടും ആഡ് ചെയ്തതാണ് ഗ്രോസ് സെയിൽസ്. ആ ഗ്രോസ് സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് നെറ്റ് സെയിൽസ് കിട്ടുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 എന്നുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് കാണാം, നമ്മൾ പഠിച്ചു. അപ്പം ഇത് ഡയറക്റ്റ്ലി നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ തരില്ല, ഡയറക്റ്റ്ലി നമുക്ക് നെറ്റ് സെയിൽസ് ക്വസ്റ്റ്യനിൽ തരില്ല. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഗ്രോസ് സെയിൽസും സെയിൽസ് റിട്ടേൺ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രോസ് സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്തിട്ട് അതാണ് നമ്മൾ നെറ്റ് സെയിൽസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ നെറ്റ് സെയിൽസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ തരില്ല. ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെയാണ് കാണുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണേണ്ട ഇക്വേഷൻ ഇതെവിടെ കൊടുത്തിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് വേജസ് പ്ലസ് അതർ ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഇക്വേഷൻ. അപ്പം ഇത്രയും ഇക്വേഷൻസ് നമ്മൾ ബൈ ഹാർട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാണാൻ പറ്റും. ഇപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മളിവിടെ കണ്ടു. ഇനി ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. അപ്പോൾ നെറ്റ് സെയിൽസ് ആണെന്നുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു, ഗ്രോസ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. അപ്പോൾ ഇത്രയുമാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷനിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോൻ്റെ ഇക്വേഷൻ നമ്മൾ കവർ ചെയ്തു. എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ്. സോ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. കമ്പ്യൂട്ട് GP റേഷ്യോ ഫ്രം ദ ഫോളോയിങ്. സെയിൽസ് തന്നിട്ടുണ്ട്, സെയിൽസ് റിട്ടേൺ, ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, പർച്ചേസ് റിട്ടേൺസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫസ്റ്റ് നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അതിന് ബേസ് ആയിട്ടുള്ള ഇക്വേഷൻ ഇവിടെ കമ്പ്യൂട്ട് GP റേഷ്യോ എന്നുള്ളത്. സോ നമ്മൾ ഫസ്റ്റ് GP റേഷ്യോൻ്റെ ഇക്വേഷൻ അവിടെ എഴുതിയിടുക. എന്താണ് ഇക്വേഷൻ? GP ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. സോ GP ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ നോക്കിയാൽ ഡയറക്റ്റ് GP ഇവിടെ കാണുന്നില്ല, നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് നമുക്ക് GP കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. സോ നമുക്ക് ഫസ്റ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ള ഇക്വേഷൻ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ എന്താണ് ഈ നെറ്റ് പർച്ചേസ്? നെറ്റ് പർച്ചേസ് എന്തുകൊണ്ട് ഇവിടെ വന്നത്? മീൻസ് പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ ആണ്. സോ പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ മൈനസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നെറ്റ് പർച്ചേസ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നെറ്റ് പർച്ചേസ് നമുക്ക് കിട്ടി. നെറ്റ് പർച്ചേസ് ചെയ്ത് കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. പർച്ചേസ് എന്ന് പർച്ചേസ് റിട്ടേൺ മൈനസ് ചെയ്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 4,01,600 ആണ്. അതിനുശേഷം നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടു. അതിനുശേഷം നെറ്റ് സെയിൽസ് ആണ് കണ്ടത്. നെറ്റ് സെയിൽസ് ആണുള്ള ഇക്വേഷൻ എന്താണ്? സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 5,02,000 ആണ് ആൻസർ വന്നത്. ഓക്കെ, അപ്പോൾ GP റേഷ്യോന്ന് നമ്മൾ എന്ത് ചെയ്തു? നെറ്റ് സെയിൽസും കണ്ടു, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും കണ്ടു. അപ്പോൾ അത് രണ്ടും നമുക്കിവിടെ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടിയത് 1,04,000 ആണ്. അപ്പം GP റേഷ്യോ ശരിക്കും എന്താണ് ഇക്വേഷൻ? GP ബൈ നെറ്റ് സെയിൽസ്. നമ്മൾ GPയും കണ്ടുപിടിച്ചു, നെറ്റ് സെയിൽസും കണ്ടുപിടിച്ചു. അപ്പം 1,04,400 നിന്ന് 5,02,000 ഡിവൈഡ് ഇൻറ്റു 200 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 20%. ഇതാണ് GP റേഷ്യോ. അപ്പോൾ നമ്മൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിൽ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ കവർ ചെയ്തു, അതാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതാണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ. എന്താണ് ഓപ്പറേറ്റിംഗ് റേഷ്യോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആൻഡ് സെയിൽസ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റും
സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്രസ് ചെയ്യുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ റേഷ്യോ ആണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ. അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് കാണാം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചത് ഗ്രോസ് പ്രോഫിറ്റ് ബൈ നെറ്റ് സെയിൽസ് ആണ്. ഓപ്പറേറ്റിംഗ് റേഷ്യോൻ്റെ ഇക്വേഷൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. നമുക്ക് ഓപ്പറേറ്റിംഗ് റേഷ്യോൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. സെയിൽസ് തന്നിട്ടുണ്ട്, സെയിൽസ് റിട്ടേൺ തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, സെല്ലിംഗ് എക്സ്പെൻസ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഇക്വേഷനെ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഇക്വേഷൻ ഇവിടെ എഴുതണം. ഓപ്പറേറ്റിംഗ് റേഷ്യോ ഇസ് ഈക്വൽ ടു CGS അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി തരാത്തത് രണ്ട് കാര്യങ്ങളാണ്, നെറ്റ് സെയിൽസും അതുപോലെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും. അപ്പോൾ എന്താണ് നെറ്റ് സെയിൽസിൻ്റെ ഇക്വേഷൻ? നെറ്റ് സെയിൽസിൻ്റെ ഇക്വേഷൻ സെയിൽസ് അല്ലെങ്കിൽ ടോട്ടൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ ആണ്. ഗ്രോസ് സെയിൽസ് അല്ലെങ്കിൽ ടോട്ടൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. അപ്പം സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ ഇവിടെ തന്നിട്ടുണ്ട്. 7,60,000 മൈനസ് 10,000 ഇസ് ഈക്വൽ ടു 7,50,000. അതിനുശേഷം നമുക്ക് വരുന്നത് ഇവിടെ നമുക്ക് 4,80,000 കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡയറക്റ്റ്ലി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമ്മളത് കാണണ്ട. പിന്നെ നമുക്ക് കാണാനുള്ളത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, സെല്ലിംഗ് എക്സ്പെൻസ്, ഇത് രണ്ടും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. സോ ഇവിടെ നമ്മൾ ആഡ് ചെയ്തിട്ട് കാണാം 45,000ഉം 75,000ഉം. ഈ 4,80,000 കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് ബൈ 7,50,000. 7,50,000 സെയിൽസ്, നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ഈസ് 80%. 80% ആണ് ആൻസർ. ഇപ്പോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോയിൽ ഓൺ ദ ബേസിസ് ഓഫ് സെയിൽസിൽ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ അതുപോലെ ഓപ്പറേറ്റിംഗ് റേഷ്യോ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോവും അതുപോലെ ഓപ്പറേറ്റിംഗ് റേഷ്യോവും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് സെയിൽസ് ആണ്. പക്ഷേ ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആൻഡ് നെറ്റ് സെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോൻ്റെ ഇക്വേഷൻ നോക്കാം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഇത് സെയിം ആസ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോൻ്റെ ഇക്വേഷൻ ആണ്. ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് മാറ്റിയിട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആക്കിയാൽ മതി. ഇത്രയും സിമ്പിളായിട്ടുള്ള ഇക്വേഷൻസ് ആണ്. നമ്മൾ ട്രിക്ക് വൈസ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. സോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. സോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോൻ്റെ കൂടെ നമുക്ക് കുറച്ചും കൂടെ ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ എന്തായാലും തരില്ല. അപ്പോൾ അത് കാണാൻ ചില ഇക്വേഷൻസ് നമ്മൾ യൂസ് ചെയ്യണം. അതിൽ ഫസ്റ്റ് ഇക്വേഷൻ ആണ് ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ. നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നെറ്റ് സെയിൽസ് ഉണ്ടാവും, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഉണ്ടാവും, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉണ്ടാവും, അതുപോലെ നെറ്റ് സെയിൽസും ഉണ്ടാവും. എന്നിട്ട് കാൽക്കുലേറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്ത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്തിട്ട് കിട്ടുന്നതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അതുപോലെ വേറെ ഒരു ഇക്വേഷനും കൂടെ ഇവിടെ കാണുന്നുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഇതിൽ ക്വസ്റ്റ്യൻ വൈസ് ആണ് നമ്മൾ ഓരോ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യേണ്ടത്. സോ നെക്സ്റ്റ് വേറൊരു ഇക്വേഷനാണ് നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. ഈ 3 ഇക്വേഷൻസ് ആണ് നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാനുള്ള 3 തരത്തിലുള്ള ഇക്വേഷൻ. അപ്പോൾ ഇതിൽ ഏതാണോ ക്വസ്റ്റ്യൻ വൈസ് സ്യൂട്ടബിൾ അതിനനുസരിച്ചാണ് നമ്മൾ ഓരോന്ന് അപ്ലൈ ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ നമുക്ക് കുറച്ച് ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ബേസിലാണ് നമ്മൾ ആൻസർ കാണുന്നത്. സെയിൽസ് ലെസ് റിട്ടേൺ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ് എക്സ്പെൻസ്, ഇൻട്രസ്റ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ്ലി ആൻസറിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോൻ്റെ ഇക്വേഷൻ എഴുതി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100.
ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള. സോ നമ്മൾ ഇക്വേഷൻ ചെയ്യുക, സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. നമ്മൾ നേരത്തെ ഇക്വേഷനിൽ ഡിസ്കസ് ചെയ്ത ഒരു ഇക്വേഷനാണ്. സോ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? സെയിൽസ് വേണം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വേണം, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് വേണം. ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്കത് കാണാൻ പറ്റും. സെയിൽസ് തന്നിട്ടുണ്ട്. പിന്നെ ഈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ് എക്സ്പെൻസ് ഒക്കെയാണ്. സോ അത് നമുക്ക് ആൻസറിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയത് 1,60,000 ആണ്. അതിനുശേഷം നമുക്ക് നെറ്റ് സെയിൽസ് വേണം. നെറ്റ് സെയിൽസ് ഡയറക്റ്റ്ലി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 8 lakh. സോ ഡിവൈഡഡ് ബൈ 8 lakh is 8 lakh into 100 is equal to 20%. ഇത്രയേ ഉള്ളൂ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കാണാനുള്ള ഇക്വേഷനും അതിൻ്റെ ആൻസർ. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിൽ നമ്മൾ 3 ഇക്വേഷൻസ് ഡിസ്കസ് ചെയ്തു. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ, പിന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. ഇത് ഓൺ ദ ബേസിസ് ഓഫ് സെയിൽസിലുള്ള ഇക്വേഷൻസ് ആണ്. ലാസ്റ്റ് ഒരു ഇക്വേഷൻ കൂടിയുണ്ട്, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോയും ഓൺ ദ ബേസിസ് ഓഫ് സെയിൽസിൽ വരുന്നതാണ്. നെറ്റ് പ്രോഫിറ്റ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് 2 മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. പ്രോഫിറ്റ് ബിഫോർ ടാക്സും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും. അത് രണ്ടും നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. അതായത് പ്രോഫിറ്റിൽ നിന്ന് ടാക്സ് മൈനസ് ചെയ്യുക, മൈനസ് ചെയ്യാതെ ഉള്ള ആൻസറൊക്കെയാണ് ഇത്. അപ്പോൾ 2 വേയിൽ നമുക്ക് ആൻസർ ചെയ്യാം, നെറ്റ് പ്രോഫിറ്റ് കാണാം. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും ഇക്വേഷൻസ് പറയുന്ന സമയത്ത് നമ്മൾ വേറൊരു കാര്യം പറയാനുണ്ട്, സ്റ്റാൻഡേർഡ് റേഷ്യോ. ഇപ്പോൾ GP റേഷ്യോൻ്റെ സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറയുന്നത് 20% to 25% ആണ്. ഇത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇൻ്റർപ്രിട്ടേഷൻ എഴുതണം. ഓരോ ക്വസ്റ്റ്യന് ശേഷം നമ്മൾ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ആൻസർ നമ്മൾ സെൻറ്റൻസ് രൂപത്തിലേക്ക് ആക്കുന്നു, അത്രയേ ഉള്ളൂ. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ 20% ആണ് GP റേഷ്യോ കിട്ടിയതെങ്കിൽ നമ്മൾ എഴുതുക, ഇറ്റ് ഷോസ് 20% ഓഫ് GP റേഷ്യോ വിത്ത് ദിസ് മച്ച് ഓഫ് GP ആൻഡ് ദിസ് മച്ച് ഓഫ് നെറ്റ് സെയിൽസ് എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ എഴുതുക ചെയ്യേണ്ടത്. സെയിം ആസ് ഓപ്പറേറ്റിംഗ് റേഷ്യോനും ഉണ്ട്. അതിന് 75% to 80% ആണ് അതിൻ്റെ GP. 85% ആണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് വരുന്നത് 5% to 10% ആണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. നമ്മൾ ഇത്രയും സമയം ഡിസ്കസ് ചെയ്തത് ഓൺ ദ ബേസിസ് ഓഫ് സെയിൽസിലുള്ള 4 ഇക്വേഷൻസ് ആണ്. GP റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ ഓൺ ദ ബേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റിൽ 3 ആയിട്ടാണുള്ളത്. അത് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഇക്വേഷൻസ് ആണ്. ഫസ്റ്റ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺ കിട്ടുമ്പോൾ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇക്വേഷൻ. സോ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100. സെയിം ആസ് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ നിന്ന് റിട്ടേൺ കിട്ടും, അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി എത്രയാണെന്ന് കാണാൻ വേണ്ടിയിട്ടാണിത്. അതിൽ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇൻറ്റു 100 ആണ് അതിൻ്റെ ഇക്വേഷൻ. പിന്നുള്ളത് റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ, നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് ബൈ ഇക്വിറ്റി ഷെയർസ് ഫണ്ട് ഇൻറ്റു 100. ഇത് നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നത്? ഇപ്പം ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നത് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. അതുപോലെ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആണ്. ഇനി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും പിന്നെ ഇക്വിറ്റി ക്യാപിറ്റലും വെച്ച് നോക്കുവാണെങ്കിൽ രണ്ടും നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. പിന്നെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ് ഇത്. സെക്കൻഡ് വൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ റിട്ടേൺ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. ഇനി ഈ തേർഡ് വൺ ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ റിട്ടേൺ കാണുന്നത് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഇക്വിറ്റി ഷെയർസിൻ്റെ ഫണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ട്രിക്സ് ഉപയോഗിച്ച് നമ്മൾ ഇക്വേഷൻസ് പഠിക്കുക. നെക്സ്റ്റ് നമുക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഡിബെഞ്ചേഴ്സ്, കറണ്ട് അസെറ്റ്സ്, കറണ്ട് ലയബിലിറ്റി, ഗ്രോസ് പ്രോഫിറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, അങ്ങനെ ഒരുപാട് ടേംസും അതിൻ്റെ വാല്യൂസും നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്, ഇപ്പം കമ്പ്യൂട്ട് ROI മീൻസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ബേസ് ആയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് തന്നെ എഴുതി വെക്കുക.
അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ ഇക്വേഷൻ എഴുതി ROI റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ഈക്വൽ ടു പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇൻറ്റു 100. നമ്മൾ ക്യാപിറ്റൽ എംപ്ലോയ്ഡിൻ്റെ ഇക്വേഷൻ പറഞ്ഞില്ല. ക്യാപിറ്റൽ എംപ്ലോയ്ഡിൻ്റെ ഇക്വേഷൻ ഫിക്സഡ് അസറ്റ് പ്ലസ് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ് അതിൻ്റെ ഇക്വേഷൻ. അപ്പം നമുക്ക് എന്തായാലും ഫസ്റ്റ് നമുക്ക് ഓർഡർ വൈസ് തന്നെ ചെയ്യാം. ഫസ്റ്റ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണല്ലോ ഫസ്റ്റ് ഉള്ളത്. അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ GP മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഓർ നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നെറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. അതായത് ഇപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് GP മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. നമുക്ക് ഇവിടെ രണ്ടും ചെയ്ത് നോക്കാം. രണ്ട് ചെയ്താലും സെയിം ആൻസർ തന്നെയാണ് വരുന്നത്. ക്വസ്റ്റ്യനിൽ ഇപ്പോൾ നമുക്ക് 4 വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും 4ലും ചെയ്ത് നോക്കാം. ഫസ്റ്റ് GP മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ് ഈ ഫസ്റ്റ് ഇക്വേഷൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ GP എന്ന് പറയുന്നത് ഇവിടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. GP ഗ്രോസ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു 1,06,000. പിന്നെയുള്ളത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഇവിടെ ഡയറക്റ്റ്ലി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് തരും, പക്ഷെ ചില വാല്യൂസ് ചില ക്വസ്റ്റ്യനിൽ തരില്ല. അപ്പം ഈ പറയുന്ന സെല്ലിംഗ് എക്സ്പെൻസും അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസും ആണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്തത് 24,000ഉം 30,000ഉം ആഡ് ചെയ്തിടുക. അപ്പോൾ നമുക്കിവിടെ അതാ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് ഇവിടെ കാണാൻ പറ്റും. 1,06,000 മൈനസ് 24,000 പ്ലസ് 30,000. അപ്പോൾ നമുക്ക് 52,000 വന്നു. ഇനി നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ ചെയ്ത് നോക്കാം. നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. നെറ്റ് പ്രോഫിറ്റ് ഇവിടെ തന്നിട്ടുണ്ട് 26,000. പിന്നെ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സേഷൻ അത് ഇവിടെ 12,000ഉം 14,000. 12,000 14,000 ആ വാല്യൂസ് നമ്മളിവിടെ എഴുതി. 52,000 നമ്മൾക്ക് കിട്ടി. രണ്ടും 52,000 ആണ് വന്നത്. നമ്മൾ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കണ്ടു. നെക്സ്റ്റ് നമ്മൾ കാണേണ്ടത് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ആണ്. ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എങ്ങനെ കാണേണ്ടത്? ഫിക്സഡ് അസറ്റ് പ്ലസ് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ്. സോ ഫിക്സഡ് അസറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2,50,000 അതുപോലെ കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റി എല്ലാം നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ഉണ്ട്, അവൈലബിൾ ആണ്. സോ അതൊക്കെ നമ്മളിവിടെ അപ്ലൈ ചെയ്യുക. അന്നേരം നമുക്ക് കിട്ടുന്ന ആൻസർ 3,25,000. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ ഇക്വേഷൻസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 52,000 മൈനസ് 3,25,000 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 16% ആണ് അതിൻ്റെ ആൻസർ വരുന്നത്.